ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ചെറുപയറും പീച്ചിങ്ങയും വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. തേങ്ങ അരയ്ക്കാതാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ചെറിയ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണ്, വലുതാണെങ്കിൽ ഒന്ന് തന്നെ മതി. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, ഒരു മുള്ളു പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ ഇത് മാത്രം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. തൊലി മുഴുവനായിട്ടും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പാർട്ട് മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുത്തതിന് ശേഷം വലിയ കുരുവൊക്കെ ഉണ്ടെങ്കിൽ കുരു മാറ്റണം. ഇതിപ്പോൾ ഇളയതാണ്, തീരെ ഇളയതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കുരുവൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. വലിയ കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുരു കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് തക്കാളി വേണം. വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് തന്നെ മതി, ചെറുതാണെങ്കിൽ 2 വേണം. അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി 2 എടുത്തന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ വലിയൊരു തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തക്കാളി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തക്കാളി വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിന് കൂടെ അരയ്ക്കാനായിട്ട് 3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് കഴുകി ചെറുപയർ കുക്കറിലേക്ക് മാറ്റാം. ഈ ചെറുപയർ കുതിർത്ത് വെച്ച ചെറുപയറാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് ഒറ്റ വിസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് വെന്ത് കുഴയാതെ നോക്കണം. 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്, അതായത് കുതിർത്ത ചെറുപയർ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് മൺചട്ടിയിലേക്ക് 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുക. തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇതിന് കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർക്കാം. ഒന്നെങ്കിൽ പേസ്റ്റായിട്ട് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് വഴറ്റുന്നത്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ അത്യാവശ്യം സവാളയ്ക്ക് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളിയും കൂടി നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം. നമ്മൾ അരച്ച് ചേർത്ത കാരണം തന്നെ തക്കാളി വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് വഴറ്റി തക്കാളിയുടെ ഒരു പച്ച മണക്ക് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ആ പച്ച ചുവയ്ക്ക് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പീച്ചിങ്ങ ഇതുപോലെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറുപയറിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇത് നല്ല ഇളയ പീച്ചിങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അത് കുക്കറിലിട്ട് വേവിക്കാതിരുന്നത്. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ലപോലെ മസാലയിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ചെറുപയറിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്കും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പീച്ചിങ്ങയിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം വിട്ട് വരും. ഇത് വേവുന്നോറും വെള്ളം ഇങ്ങനെ വിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ല. കുറച്ച് സമയം വെച്ചപ്പോഴേക്കും തന്നെ നല്ലപോലെ വെള്ളമൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പകുതി വേവായിട്ടേ ഉള്ളൂ, കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്തതാണ്. നല്ലപോലെ വെന്ത പീച്ചിങ്ങയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർക്കാം. ആ വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ വേണം ചേർക്കാനായിട്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പ് ചേർക്കാം. ഇനി ഈ കറി ഒന്ന് തിളക്കിയേ വേണ്ടൂ. നമ്മുടെ കറി റെഡി ആയിരിക്കും. ഇപ്പോൾ 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്ത് കുറച്ചൊരു ലൂസ് പോലെ ഇരിക്കും, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ തന്നെ കട്ടിയായിക്കോളും. സാധാരണ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോൾ കാണാറില്ലേ, തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ അതുപോലെ ഉണ്ടാവട്ടെ ഈ ഒരു കറി, ഒരുപാട് ലൂസായിരിക്കില്ല. അപ്പോൾ കറിയുടെ തിക്നെസ്സൊക്കെ നിങ്ങൾ ആദ്യം തന്നെ നോക്കി അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പീച്ചിങ്ങയും ചെറുപയറും കൂടി ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.